ഒരു സിംഗിൾ ക്രോഷറ്റിംഗ് മെത്തേഡ് ചെയ്തത് ഓർമ്മയുണ്ടോ? അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ഡബിൾ മെത്തേഡ് ആണ് കാണിക്കാൻ പോണത്. അപ്പൊ എങ്ങനെയാണ് നോട്ട് ഇടേണ്ടത്, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രോഷറ്റിംഗ് പരിപാടി തുടങ്ങി. സോ എങ്ങനെയാണ് നോട്ട് ഇടേണ്ടത്, എങ്ങനെയാണ് സിംഗിൾ മെത്തേഡ് ചെയ്യേണ്ടത്, ഈ ക്രോഷറ്റിംഗിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി എടുത്ത് കാണാം. സോ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഈ ഡബിൾ മെത്തേഡ് പല പാറ്റേൺസിലും ചെയ്യാം. സോ അതിലൊന്നായ പാറ്റേൺ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ ഞാനൊരു ബ്രൗൺ മെറൂൺ കളറൊക്കെ എടുത്തെങ്കിലും പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് വീഡിയോ കാണിച്ച ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഈ പിങ്ക് കളർ എടുത്തുകൊണ്ട് വന്നത്. സോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി. വീഡിയോയ്ക്കൊപ്പം തന്നെ നിങ്ങൾ ട്രെയിനിങ്ങോടെ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ ഡബിൾ മെത്തേഡ് കുറച്ചൊന്ന് പാടാൻ, പക്ഷേ പഠിച്ചാൽ അത് ഭയങ്കര ഈസി ആയിരിക്കുവേ. വേണമെങ്കിൽ ഞാൻ സ്ലോ മോയിലിട്ട് കാണിക്കാം. ആ വലിയ തുളയായിട്ടുള്ള ഭാഗം കണ്ടോ, അത് എടുക്കാൻ പാടില്ല. അതിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള സാധനമേ എടുക്കാൻ പാടുള്ളൂ. ഓരോ മെത്തേഡ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് വലിക്കുവാണെങ്കിൽ അതായത് ആ തുളയുടെ ഹോള് ജസ്റ്റ് ഒന്ന് നീളത്തിൽ കിട്ടും, അതായത് കുറച്ചുകൂടെ വലുതായിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനും ഈസി ആയിരിക്കും. കണ്ടോ എന്ത് രസമല്ലേ കാണാൻ? ഞാനിതൊക്കെ പഠിച്ചെടുക്കാൻ 1-2 ആഴ്ചയൊക്കെ എടുത്തിട്ടുണ്ട്. സോ മേ ബി നിങ്ങളും അത്ര ആഴ്ചയൊക്കെ എടുക്കുമായിരുന്നാലും ഈ ഡബിൾ മെത്തേഡ് പഠിച്ചാൽ ബാക്കിയെല്ലാം ചെയ്യാൻ വളരെ ഈസി. സോ അവസാനം നമ്മൾ പിന്നീട്ടുണ്ടല്ലോ ഡബിൾ മെത്തേഡ് ചെയ്യണതിന് മുമ്പ് നമ്മൾ സിംഗിൾ മെത്തേഡ് ചെയ്തല്ലോ. അപ്പോൾ സിംഗിൾ മെത്തേഡ് എൻഡ് ചെയ്യണോടെ വരെ ചെയ്യണം, എന്നാൽ ഡബിൾ മെത്തേഡ് തീരും. ഇനി അടുത്ത മെത്തേഡ് ഞാൻ അടുത്ത വീഡിയോ കാണിക്കും. അടുത്ത എന്താ അങ്ങോട്ട് വേണ്ടതെന്ന് പറയാം. അത് ക്രോഷറ്റിംഗിൽ ഫ്ലവർ വേണോ, എന്താ വേണ്ടതെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. പിന്നെ വേറെ ഒരു കാര്യം, ഇപ്പം നിങ്ങളൊരു സാധനം ഉണ്ടാക്കുവാണ്, ഇപ്പം നിങ്ങളൊരു സോക്സ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ അതൊരു 15 എണ്ണം ചെയ്യാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വെച്ച് പറഞ്ഞാണേ. അപ്പം നിങ്ങളൊരു 16 എണ്ണം, കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 15 തുടങ്ങും. അപ്പം നമ്മൾ ഒരെണ്ണം മിസ്സാക്കും. അതുകൊണ്ടാണേ. അപ്പം 15 ഉള്ളെങ്കിൽ ആ 14 എണ്ണം ആവുമേ.